നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചതിന്റെ പേരിൽ കസ്റ്റഡിയിലായ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയുടെ നേർക്ക് ഒരു കാലത്ത് സൈബർ ലോകത്ത് നിരന്തരം നെഗറ്റീവ് കമന്റ്സും ചീത്തവിളികളും ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പതിയെ പതിയെ അയാൾ സ്വയം ഒരു ബ്രാൻഡ് ആയി മാറി. തന്നെ ചീത്ത വിളിച്ചവരെ എങ്ങനെ വരുതിയിലാക്കണമെന്ന് അയാൾ പഠിച്ചു, പ്രയോഗിച്ചു. ബോച്ചെ എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ കഥ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ എന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് 2024 ഓഗസ്റ്റിൽ ഹണി റോസ് എത്തിയതോടെയാണ് ആരംഭം. ബോബി തന്റെ പതിവ് വഷളൻ രീതിയിലാണ് അന്ന് ഈ നടിയോട് പ്രതികരിച്ചത്. കണ്ണൂർ ആലക്കോടുള്ള ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറി ഇന്റർനാഷണൽ ഉദ്ഘാടന ചടങ്ങിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അശ്ലീല പരാമർശം ഉണ്ടായത്. ഇതിൽ പ്രതികരിച്ചതോടെയാണ് അവർക്ക് ബോച്ചെ ഫാൻസിന്റെ സൈബർ ആക്രമണം ശക്തമായത്. സഹികെട്ടതോടെ അവർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ബോച്ചെ കുടുങ്ങിയത്. പക്ഷേ തീർത്തും അസാധാരണം തന്നെയാണ് ബോച്ചയുടെ ജീവിതം. സ്വർണ്ണ വ്യാപാര രംഗത്ത് ദീർഘകാല ചരിത്രമുള്ള ചെമ്മണ്ണൂർ കുടുംബത്തിലാണ് ബോബി ജനിച്ചത്. ചെമ്മണ്ണൂർ ദേവസ്യക്കുട്ടി ബോബി എന്നാണ് മുഴുവൻ പേര്. തൃശൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് കൊമേഴ്സ് ആണ് പഠിച്ചത്. പോണിടെയിൽ ഒക്കെ ആയി ജീൻസും ഷർട്ടും ഒക്കെയായി നടന്ന ഒരു കാലം ഇയാൾക്കും ഉണ്ടായിരുന്നു. അപ്പാപ്പന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായാണ് ഇന്ന് കാണുന്ന ലോഹയുടെ വിചിത്ര വേഷപകർച്ച ഉണ്ടായത്. പിൽക്കാലത്ത് ഈ വേഷം ബോബിയുടെ സ്റ്റാമ്പിംഗ് യൂണിക് ഡ്രസ് കോഡ് ആയി മാറുകയായിരുന്നു. പഠനത്തിൽ ഉഴപ്പനായിരുന്നുവെങ്കിലും ചെറുപ്പം മുതലേ കുടുംബ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു. കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ചേർന്നാണ് ബോബി ചെമ്മണ്ണൂർ തന്റെ കരിയർ ആരംഭിച്ചത്. അതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ബോബി പറയുന്നത് ഇങ്ങനെയാണ്: കോഴിക്കോട് പപ്പ ഒരു ജ്വല്ലറി ഇട്ട് തന്നു. ഒരു മാർഗവുമില്ലാതെ അത് അടച്ചുപൂട്ടുക എന്ന സ്ഥിതി ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഒരു കേന്ദ്രമന്ത്രിയെ കാണാനായി ഡൽഹിയിലേക്ക് പോയത്. ആദ്യമൊന്നും അദ്ദേഹത്തെ കാണാനായിരുന്നില്ല. 3 പ്രാവശ്യം ശ്രമിച്ചിട്ടും നടന്നില്ല. എങ്കിൽ അത് വിടണമെന്ന പോളിസി മാറിയത് അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷമായിരുന്നു. വീണ്ടും പിന്തുടരണം എന്നായിരുന്നു ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞത്. പൂട്ടാനിരുന്ന അന്നത്തെ ജോലി വളർന്ന് 44ലേക്ക് എത്തുകയായിരുന്നു എന്ന് ബോബി പറയുന്നു. 1980കളുടെ തുടക്കത്തിൽ അദ്ദേഹം ബിസിനസ് ഏറ്റെടുക്കുകയും നിരവധി നൂതന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ജ്വല്ലറി, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, ധനകാര്യം എന്നിവയിൽ താല്പര്യമുള്ള ഒരു ബിസിനസ് കൂട്ടായ്മയായി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാനായി മാറുകയായിരുന്നു അദ്ദേഹം. പ്രൊമോഷൻ പരിപാടികൾക്കായി അർജന്റീൻ ഇതിഹാസ ഫുട്ബോൾ താരം ഡീഗോ മറഡോണയെ ഇന്ത്യയിൽ എത്തിച്ചും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി. ജ്വല്ലറി ബിസിനസ്സിനപ്പുറം ബോബി ചെമ്മണ്ണൂർ മറ്റ് പല വ്യവസായങ്ങളിലേക്കും വ്യാപിച്ചു. ഓക്സിജൻ റിസോർട്ട് ശൃംഖലയും ചെമ്മണ്ണൂർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡും സ്ഥാപിച്ചു. ആതുര ശുശ്രൂഷ, വിദ്യാഭ്യാസം, അധസ്ഥിതികർക്കുള്ള പാർപ്പിടം എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചെമ്മണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ബോബി ചെമ്മണ്ണൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. മെഡിക്കൽ ക്യാമ്പുകൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ഭവന പദ്ധതികൾ എന്നിവയ്ക്ക് ട്രസ്റ്റ് ഫണ്ട് ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ വെറും നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് ബോബിയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ജ്വല്ലറിയിലെ ഒരു ജീവനക്കാരി അദ്ദേഹത്തിനെതിരെ നൽകിയ പീഡന പരാതി വിവാദമാവുകയായിരുന്നു. പിന്നീട് ഇത് എങ്ങനെയൊക്കെയോ ഒത്തുതീർന്നു. അന്ന് വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞ് മാധ്യമ ഓഫീസുകളിൽ കയറിയിറങ്ങിയ ബോബിയെ കോഴിക്കോട്ടെ പഴയ മാധ്യമ പ്രവർത്തകർ മറന്നു കാണില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബോബിയും ഒരു സ്ത്രീയുമായുള്ള വീഡിയോ പ്രചരിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ ശരിക്കുമുള്ള ഇമേജ് മാറ്റം കണ്ടത് 2014ലാണ്. രക്തദാനത്തിന്റെ സന്ദേശം ഉയർത്തി 600 കിലോമീറ്റർ നീളുന്ന കൂട്ടയോട്ടത്തിന് നേതൃത്വം കൊടുത്ത ബോബിക്കെതിരെ ആദ്യം കടുത്ത പരിഹാസമായിരുന്നു ഉയർന്നത്. പക്ഷേ മാധ്യമങ്ങൾക്ക് വ്യാപകമായി പരസ്യം നൽകിയും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയും ബോബി പതുക്കെ അതിനെ മറികടന്നു. ഈ മാസ് മൂവ്മെന്റിന് ശേഷമാണ് ബോബി പതുക്കെ ഒരു സ്വയം പ്രഖ്യാപിത നന്മമരമായി വളർന്നത്. കേരളത്തിൽ ഏറ്റവും നല്ല രക്തബാങ്ക് കെട്ടിപ്പടുക്കുമെന്നാണ് അന്ന് ബോബി പറഞ്ഞത്. വർഷം 10 കഴിഞ്ഞിട്ടും അത് എങ്ങും എത്തിയിട്ടില്ല എന്നത് വേറെ കാര്യം. സോഷ്യൽ മീഡിയയുടെ സാധ്യത തിരിച്ചറിഞ്ഞ് സ്വയം ഒരു ബ്രാൻഡ് ആവുക എന്ന ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പരിപാടിയാണ് പിന്നീട് ബോബി ചെയ്തത്. മുമ്പ് അറ്റ്ലസ് രാമചന്ദ്രൻ ഒക്കെ തൻ്റെ ജ്വല്ലറിയുടെ പരസ്യങ്ങളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത് എങ്കിൽ ബോബി തമാശകളിലൂടെയും
ട്രോളുകളിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ബോച്ചെ എന്ന ബ്രാൻഡ് ആയി മാറുകയായിരുന്നു. സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഇത്രയേറെ ഉപയോഗിച്ച ബിസിനസ്മാൻ വേറെയില്ല. ആരെ നിങ്ങൾ വിടാതെ പിന്തുടർന്ന് തെറിവിളിക്കുകയും ട്രോളുകയും ചെയ്യുന്നുവോ അവർ സോഷ്യൽ മീഡിയയുടെ ആ വിചിത്ര സത്വം മുതലെടുത്തവരാണ്. സന്തോഷ് പണ്ഡിറ്റ് മുതൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ളവർ ഇതിൽ അക്കാദമിക പഠനങ്ങൾ പോലും നടത്തിയിട്ടുള്ളതാണ്. ആദ്യത്തെ പരിഹാസം കഴിഞ്ഞപ്പോൾ ബോബിയുടെ റോൾസ് റോയ്സ് കാർ അടക്കം സാധാരണക്കാരൻ്റെ സ്നേഹമായി. അയാളുടെ തള്ളുകഥകൾ അവരുടെ മദ്യപാന സദസ്സുകളിലെ ടച്ചിങ്സ് ആയി മാറി. ഓരോ ബിസിനസ്സുകാരനും തൻ്റെ ബ്രാൻഡ് നെയിം ആളുകളുടെ ഉള്ളിൽ എത്തിക്കാൻ വർഷങ്ങളുടെ പ്രയത്നം, കോടികൾ മുടക്കി ലോഗോയും പ്രൊഡക്റ്റ് മാർക്കറ്റും ചെയ്യുമ്പോൾ ബോച്ചെ സോഷ്യൽ മീഡിയയിലൂടെ 10 പൈസ മുടക്കില്ലാതെ അത് സ്വയം ചെയ്യും. ഈയിടെ 18 വർഷമായി സൗദിയിലെ ജയിലിൽ കഴിഞ്ഞ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി മാസ് ഫണ്ടിങ്ങിനായും ബോബി ഇറങ്ങി. ബോബിയുടെ തട്ടിപ്പുകൾ പറഞ്ഞപ്പോൾ ലൈവ് കട്ട് ചെയ്താണ് മാധ്യമങ്ങൾ തങ്ങളുടെ പരസ്യദാതാവിനോടുള്ള കൂറ് കാണിച്ചത്. കോടികൾ കൊണ്ട് അമ്മാനമാടുന്നയാൾ, അന്നയുടെ സ്നേഹനിധിയായ അച്ഛൻ, നടനായ മരുമകൻ, തൊട്ടത് പൊന്നാക്കിയ ബിസിനസ് ബ്രെയിൻ, കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തി എന്നാണ് പൊതുവെ ചെമ്മണ്ണൂർ ബോബി അറിയപ്പെടുന്നത്. ബോച്ചെ എന്നാണ് അദ്ദേഹത്തിന് ഫാൻസ് നൽകിയ ചെല്ലപ്പേര്. തൃശൂർ ജില്ലയിലെ പ്രശസ്തമായ ചെമ്മണ്ണൂർ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ താരമാണ്. നമുക്കറിയാം, സിനിമ, സീരിയൽ സെലിബ്രിറ്റികളുടെ സ്ഥാനം തന്നെയാണ് ബോച്ചെ എന്ന ബിസിനസ്മാൻ ബോബി ചെമ്മണ്ണൂരിന് സോഷ്യൽ മീഡിയ നൽകുന്നത്. എത്തപ്പെട്ട മേഖലകൾ എല്ലാം പൊന്നു വിളയിച്ച താരം സിനിമയിലും ഒരു കൈ നോക്കി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തോടെ ആകാം സോഷ്യൽ മീഡിയയിൽ കുടുംബം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഏക മകൾ അന്നയെ സ്വന്തമാക്കിയത് നടനും സംവിധായകനുമായ സാം സിബിൻ ആണ്. ക്വീൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ ബോച്ചയുടെ മരുമകൻ തിളങ്ങിയിട്ടുണ്ട്. മകളുടെ പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് ആ വിവാഹം അദ്ദേഹം നടത്തിക്കൊടുത്തത്. ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഭവനരഹിതർക്ക് താമസം, ഭക്ഷണം, പരിചരണം എന്നിവ നൽകുന്നതിനായി തൻ്റെ ജ്വല്ലറി ഔട്ട്ലെറ്റുകൾക്ക് സമീപമുള്ള പ്യുവർ ഹോംസ്, സൗജന്യ ആംബുലൻസ് സേവനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സംരംഭങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നാണ് കൊമേഴ്സിൽ ഉപരിപഠനം നടത്തിയത്. ഡോക്ടറേറ്റ്, ഗിന്നസ് റെക്കോർഡ് എന്നിങ്ങനെ അവാർഡുകൾ വാരിക്കൂട്ടിയ അദ്ദേഹത്തിൻ്റെ വേഷവിധാനവും ഒരു ഐഡൻറ്റിറ്റിയാക്കി മാറ്റിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ബോച്ചയിലേക്കുള്ള വഴി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. വളരെ സമർത്ഥമായി തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റുക, തൻ്റെ സ്ഥാപനത്തേക്കാൾ താൻ ഒരു പ്രസ്ഥാനമാകുക എന്ന ബിസിനസ് തന്ത്രം വിജയിപ്പിച്ച ഒരു ബിസിനസ് ബ്രെയിൻ ആണ് ബോബി ചെമ്മണ്ണൂർ. കരിയറിലുടനീളം വിവാദങ്ങൾ ഉണ്ടാകുകയും അവയെ മറികടന്ന് വീണ്ടും തിരിച്ചുവരവ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്ര എളുപ്പത്തിൽ കടക്കാൻ കഴിയാത്ത ഒരു വിവാദത്തിലാണ് ഇക്കുറി ബോബി ചെമ്മണ്ണൂർ പെട്ടിരിക്കുന്നത്. വിവാദവും മാർക്കറ്റിംഗ് ആക്കി മാറ്റാൻ കഴിവുള്ള ബോച്ചെ ഇക്കുറി എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകൾ പോലും നടത്തുന്ന ആരാധകരെയും സോഷ്യൽ മീഡിയയിൽ കാണാം.